എന്തായാലും ഇതൊരു പുതിയ ചരിത്രമാണ്. 84-ൽ രാകേഷ് ശർമ്മയുടെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ ബഹിരാകാശ സ്വപ്നങ്ങൾ ഒരു പക്ഷേ ഓരോ ദിനവും അനുദിനം ഇങ്ങനെ ഏറി വരികയായിരുന്നു. അതിലൊരു പുതിയ ഏട് ശുഭാംശു എഴുതി ചേർത്തു. ഇനി വരെ ടെക്സസിലെ ജോൺസൺ സ്പേസ് സെന്ററിലേക്കാണ് എത്തിയത്. അവിടെ നിന്നാണ് ഇനി ബാക്കിയുള്ള മെഡിക്കൽ സംഘങ്ങളൊക്കെ നിരീക്ഷണ കേന്ദ്രം അവിടെയാണ്. 7 ദിവസത്തെ മെഡിക്കൽ സംഘത്തിനോടൊപ്പം അവരവിടെ തുടരും. അതിന്റെ ഭാഗമാണ്. പക്ഷേ വളരെ എനർജിയോട് കൂടിയാണ് ഇറങ്ങി വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കഴിഞ്ഞ തവണ യാത്ര കഴിഞ്ഞ് വന്നപ്പോഴൊക്കെ സ്ട്രക്ചറിലോ അല്ലെങ്കിൽ വീൽ ചെയറിന് സമാനമായ ഒരു സജ്ജീകരണത്തിലൂടെ ആയിരുന്നു കൊണ്ടുവന്നത്. ഇത് അനായാസം ഇറങ്ങി കൈവീശിയാണ് അവര് വരുന്നത്. അപ്പോൾ ഈ യാത്ര പൂർണ്ണമാകുന്നു. ശുഭാംശുവിന്റെ യാത്ര നമ്മൾ കാത്തിരുന്നതാണ്. ഏറെ നാളത്തെ കാത്തിരിപ്പായിരുന്നു. ആ കാത്തിരിപ്പിനൊടുവിൽ ഇപ്പോൾ ദൗത്യം സമ്പൂർണ്ണ വിജയമായി അദ്ദേഹം മടങ്ങിയെത്തിയിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന്റെ ഇന്ത്യയിലേക്കുള്ള അദ്ദേഹത്തിന്റെ വരവും അദ്ദേഹത്തിന്റെ പ്രതികരണവും ഒക്കെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പക്ഷെ ഇതിലൂടെ നമ്മൾ നോക്കിക്കാണുന്ന വലിയൊരു മിഷൻ നമ്മുടെ ഭാവിയിൽ വരാനുണ്ട്. ഗഗൻയാൻ ദൗത്യം എന്ന് പറയുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വാഹനം. ഇന്ത്യയിൽ തന്നെയുള്ള ബഹിരാകാശ യാത്രികർ ഈ പറഞ്ഞതുപോലെ ഏതാണ്ട് ഒരു 100-400 കിലോമീറ്റർ ഉയരത്തിൽ ഈ സംഘത്തെ കൊണ്ടുവന്ന് ചെന്ന് എത്തിച്ച് ഒരു 4 ദിവസം ബഹിരാകാശ താമസിക്കുക, തിരികെ പോരുക. ഇതാണ് ആ ഒരു യാത്രയുടെ ലക്ഷ്യം. ആദ്യഘട്ടം അല്ലെ, അത് വിജയിച്ചു. ശുഭാംശുരുടെ അതിന്റെ പരീക്ഷണങ്ങൾ നടക്കുക. സച്ചിൻ, അടുത്ത മാസം നമുക്കൊരു നിർണായകമായ പരീക്ഷണമുണ്ട്. അതായത് ഈ ഗഗൻയാൻ ദൗത്യത്തിന്റെ ആളില്ലാതെ ഈ പറയുന്നത് പോലെ തന്നെ അവിടെ കൊണ്ടുവന്ന് ചെന്ന് 4 ദിവസം താമസിച്ച് എങ്ങനെ തിരിച്ചു വരുന്നോ ആ പരീക്ഷണം ആളില്ലാതെ നമ്മൾ നടത്താൻ പോവുകയാണ്. പണ്ട് ലേക്ക എന്നൊരു പട്ടിയാണ് റഷ്യ ആദ്യമായിട്ട് അയക്കുന്നത്. ഒരു ആമ അയച്ചു, അതിനുശേഷം ഒരു നായക്കുട്ടിയാണ് അയക്കുന്നത്. അതെ, അതുപോലെ നമ്മൾ അയക്കുന്നത് ഒരാളില്ല ഡ്രോണാണ്. അതെ, അപ്പൊ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. ഒപ്പം ഈ യാത്രയിൽ നമ്മൾ എടുത്ത് പറയേണ്ടത് അവർക്കൊപ്പം ഉണ്ടായിരുന്ന ജോയ് എന്ന് പറയുന്ന ഒരു ഡക്കായിരുന്നു, ഒരു താറാവ് കുഞ്ഞായിരുന്നു. അതൊരു പാവയായിരുന്നു. ഈ യാത്രയിൽ ആക്സിയം സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ജോയ് എന്ന് പറയുന്ന ഒരു കളിപ്പാവ. ആ കളിപ്പാവയായിരുന്നു ഗ്രാവിറ്റിയിൽ നമ്മൾ എന്താ പറയാ ബഹിരാകാശ നിലയത്തിനകത്തേക്ക് കടന്നു എന്ന് ചിഹ്നം നൽകിയത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബഹിരാകാശ നിലയത്തിലാണ് കേട്ടോ എന്ന് ഈ സംഘത്തോട് പറഞ്ഞത് ഈ പറയുന്ന പാവയായിരുന്നു. അത് കൈവശം വെച്ചായിരുന്നു ശുഭാംശു ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നത്. ആദ്യ ദിവസത്തിലൊക്കെ ഈ ജോയിയെ നമുക്ക് അദ്ദേഹം കാണിച്ചു തന്നിരുന്നു. അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴും ഈ ജോയിയെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും വലിയ സ്വപ്നങ്ങളിലേക്ക്, ഉയരെ നമ്മൾ കണ്ട സ്വപ്നം, അതിലേക്ക് നമ്മൾ അടുത്തു. എവിടെയാണോ നമ്മൾ കണ്ട സ്വപ്നം അതിലേക്ക് നമ്മൾ പറന്നുയർന്നു. അതുമായി ആ സ്വപ്നം കീഴ്പ്പെടുത്തിയതാ ശുഭാംശു ശുക്ല തിരികെ ഭൂമിയിലേക്ക് മടങ്ങിയെത്തി എന്നുള്ളതാണ്. കഴിഞ്ഞ കുറെ നാളത്തെ 10-17 ദിവസത്തെ കാത്തിരിപ്പ്, ആ കാത്തിരിപ്പിനൊടുവിൽ തന്റെ ഇടതുകൈ അഭിവാദ്യം ചെയ്തുകൊണ്ട് ശുഭാംശു കടന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ യാത്ര സമ്പൂർണ്ണ വിജയമാണ്. 7 നിർണായക പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തി. അതിന്റെ റിസൾട്ട് അതെങ്ങനെയാകും ഇനി നമ്മുടെ മറ്റ് യാത്രകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മറ്റ് സഞ്ചാര സ്വപ്നങ്ങൾക്കൊക്കെ കരുത്ത് പകരുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ശുഭാംശു ശുക്ല വന്നിറങ്ങിയതാണ്. കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി, കുറെ സമയമായി അദ്ദേഹത്തിന്റെ യാത്ര അവസാനിക്കാനുള്ള കാത്തിരിപ്പിലായിരുന്നു. വന്നിറങ്ങുന്ന കാഴ്ചക്കായിരുന്നു പറഞ്ഞത്. അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മൾ കണ്ട സ്വപ്നങ്ങൾ, ഓരോ സ്വപ്നങ്ങൾ എത്ര ഉയരത്തിലാണോ അത് കീഴ്പ്പെടുത്താൻ ഇന്ത്യക്കാരന് കഴിയും. അത്രയേറെ ആത്മവിശ്വാസമുണ്ട്, കരുത്തുണ്ട് നമുക്ക് എന്നുള്ളതാണ്. ശുഭയാത്രയാണ് ശുഭാംശുവിൻ്റെത്. ഇനി പുതിയ സ്വപ്നങ്ങൾ കാണാം. ഈ